വഴിക്കടവ് റേഞ്ചിൻ്റെ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള പുഞ്ചക്കൊല്ലി സെറ്റിൽമെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്ത ഡേഞ്ചർ ട്രീസ് ആയി കളക്ട് ചെയ്തിട്ടുള്ള തടിക്കാണ് ഈ ഏറ്റവും ഉയർന്ന വില ലഭിച്ചിട്ടുള്ളത്. ഒരു മരത്തിൻ്റെ 2 പീസുകൾക്കാണ് ഇത്രയും കൂടുതൽ വില ലഭിച്ചത്. ബി എക്സ്പോർട്ട് ക്വാളിറ്റിയും സി എക്സ്പോർട്ട് ക്വാളിറ്റിയും 2 തരത്തിലുള്ള തടികൾക്കാണ് ഈ വില ലഭിച്ചത്. ചരിത്രത്തിൽ അരുവക്കോട് ഡിപ്പോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്ന വില ലഭിക്കുന്നത്. 2 സ്വകാര്യ വ്യക്തികളാണ് ഈ 2 തടികളും ലേലം കൊണ്ടിട്ടുള്ളത്. ഒന്ന് ഗുജറാത്തിലെ സാഗർ എൻ്റർപ്രൈസസും തമിഴ്നാട്ടിലെ ഹൗസാറ്റ് എന്ന സ്ഥാപനവുമാണ് ഈ 2 തടികളും ഇത്ര ഉയർന്ന വിലയ്ക്ക് ലേലം കൊണ്ടിട്ടുള്ളത്. നിലമ്പൂർ തേക്കിൻ്റെ ഗുണം തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഈ തേക്ക് സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കൊപ്പം അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുണെ, ശരിക്കും പൊന്നും വില തന്നെ കിട്ടി തേക്കിന്. നമ്മൾ ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ പറയാറുണ്ട്, കുറച്ച് സ്വർണ്ണമായ കാലത്ത് വാങ്ങി വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അതങ്ങ് വിറ്റ് കഴിഞ്ഞാൽ ലക്ഷപ്രഭു ആവായിരുന്നു എന്ന്. ഇതിപ്പോൾ തേക്കിന്റെ വില ഇങ്ങനെ കുതിച്ചു വരുന്നത് കാണുമ്പോൾ തേക്കിന് ഒരു തരത്തിൽ നോക്കിയാൽ ശരിക്കും മൂല്യമുള്ള ഒരു വൃക്ഷമാണ്, അതുപോലെ തന്നെ നല്ല വിലയും കിട്ടും. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്നത് ശരിക്കും പൊന്നുവിലയാണ്. ആയ കാലത്ത് 2 തേക്ക് തൈ വെച്ചിരുന്നെങ്കിൽ നന്നായി എന്നിപ്പോൾ ഇത് കാണുന്നവർ ചിന്തിക്കുന്നുണ്ടാവും. നിലമ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം എന്താണ് ഓർമ്മ വരിക എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവും വേണ്ട, തേക്കിനോട് ചേർത്താണ് നിലമ്പൂരിനെ നമ്മൾ ഉപമിക്കുക, അല്ലെങ്കിൽ നിലമ്പൂരിനെ നമ്മൾ വിശേഷിപ്പിക്കാറ് പോലും. അപ്പോൾ അത്രത്തോളമാണ് നിലമ്പൂർ തേക്കിൻ്റെ ഒരു പ്രൗഢി. ഈ റോൾസ് റോയ്സ് എന്ന ആഡംബര വാഹനത്തിൽ പോലും നിലമ്പൂർ തേക്കുമായുള്ള ബന്ധമുണ്ട്. അതൊക്കെ പല തേക്കുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്, ഇങ്ങനെ കേട്ടറിഞ്ഞുള്ള കഥകളാണ്. പക്ഷേ എന്തായിരിക്കും തേക്കിൻ്റെ ഒരു വില എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പല സംശയം ഉണ്ടാവില്ലേ. അതിനുള്ള ഒരു ഉത്തരം കൂടി, അതേ മൂല്യവും ഉണ്ട് എന്നതിന് വേറെ വിശേഷമൊന്നും ആവശ്യമില്ലാത്ത കഥ തന്നെയാണ് നിലമ്പൂരിലെ ഈ ഒരു കാഴ്ചയിൽ കണ്ടത്. തേക്കിനായ ഒരു ലേലം വിളി നടന്നു. നിലമ്പൂർ അരുവാക്കോട് ഡിപ്പോയിൽ നടന്ന ആ ലേലം വിളിയിൽ 31 ലക്ഷം രൂപയ്ക്കാണ് ഈ തേക്ക് 2 തടി കഷ്ണങ്ങൾ ലേലത്തിൽ വിറ്റുപോയത് എന്നുള്ളതാണ്. അത് 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള തേക്ക് മരമായിരുന്നു. ഈ ആദിവാസി നഗറിനൊക്കെ ഭീഷണി ഉയർത്തിയ ഒരു തേക്ക് മരം അങ്ങനെ മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. അത് ലേലത്തിന് വിളിക്കാനായി എത്തിയ ഗുജറാത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ്. ഗുജറാത്തിലെ ഒരു സ്ഥാപനം ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയും തമിഴ്നാട്ടിലെ ഒരു വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുമാണ് തമിഴ്നാട്ടിലെ ഒരു വ്യക്തി ഇത് ലേലം വിളിച്ച് വലിയ തുകയ്ക്ക് കൊണ്ടുപോയത്. ഒരുപാട് പേര് ലേലം വിളിച്ചു, പക്ഷേ ഉയർന്ന തുകയ്ക്ക് ഇവരെത്തുന്നത് 31 ലക്ഷം രൂപയാണ്. 2 പേര് ചേർന്ന് ഇത്തരത്തിലൊരു തേക്കിൻ്റെ വില എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഒരു കൗതുകവും അമ്പരപ്പൊക്കെ ഉണ്ടാക്കും. പക്ഷേ നിലമ്പൂർ തേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൗഢിയും മൂല്യവും അതൊക്കെ തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂർ തേക്കിന്റെ പേരും പെരുമയും പ്രൗഢിയും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് പൊന്നും വില കിട്ടിയ ഈ തേക്കും കഥ.